മറ്റൊരു മനോഹരമായ പ്രഭാതം കൂടി. വീണ്ടും ഒരു ദിവസം കൂടി തുടങ്ങുകയായി. കുറച്ചു വർഷങ്ങളായി മിക്കവാറും മണ്ണുത്തി വെറ്ററിനറി യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ നടക്കാനായി വരുന്നുണ്ട്. ഇതിനകത്തുള്ള റോഡുകളും മരങ്ങളും പച്ചപ്പും ഇവിടത്തെ പക്ഷികളുടെ കലപില ശബ്ദങ്ങളും വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം പലരും സ്ഥിരമായി ഇവിടെ പുലരും മുമ്പേ വരുന്നതും. എല്ലാവരുമായി സംസാരിക്കാറില്ലെങ്കിലും മിക്കവരുടെ മുഖവും പരിചയമാണ്. ഇവിടത്തെ പ്രകൃതിയെപ്പോലെ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച് ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന ചില വീടുകളും ഓഫീസ് കെട്ടിടങ്ങളിൽ ചിലതും പഴയ ഓർമ്മകളായി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. 30-35 വർഷമായി സ്ഥിരമായി നടക്കാൻ വരുന്നവർ ഇവിടെയുണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. 75 വയസ്സായ ആൾ വരെ സൈക്കിളിലാണ് വരുന്നത്. യൂണിവേഴ്സിറ്റിയിലെ ഗ്രൗണ്ടിൽ സ്ഥിരമായി ഫുട്ബോൾ കളിക്കാൻ വരുന്നവരുണ്ട്. നടക്കുന്നതിനിടയിൽ ഫുട്ബോൾ കളിക്കുന്നവരെ ശ്രദ്ധിച്ചപ്പോഴാണ് വളരെ പരിചയം ഉള്ള ഒരു മുഖം കണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സ് താരവും ഇന്ത്യൻ ഫുട്ബോളിന്റെ പുതിയ യുവത്വവുമായ KP രാഹുലാണ്. കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇവിടെ വന്നത്. അതിന്റെ ഒരു ഉന്മേഷം കളിക്കുന്ന എല്ലാവരിലും കാണാൻ കഴിയുന്നുണ്ട്. ഒല്ലൂക്കര സ്വദേശിയായ KP രാഹുൽ ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന മൈതാനങ്ങളിൽ ഒന്നാകാം ഇത്. ഇത്തരം മൈതാനങ്ങൾ എത്ര താരങ്ങളെയാണ് വാർത്തെടുക്കുകയും അവർ സ്വപ്നം കാണുന്ന ഉയരങ്ങളിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. 2017 അണ്ടർ-17 വേൾഡ് കപ്പ് ഫുട്ബോൾ യോഗ്യത നേടിയ ഇന്ത്യൻ ടീമിൽ മികച്ച സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടിയ മലയാളി താരം രാഹുലിന് സ്വദേശമായ ഒല്ലൂക്കരയിൽ വൻ വരവേൽപ്പ് നൽകിയത് ഓർമ്മയുണ്ട്. ആ സമയത്ത് രാഹുലിന്റെ വീടിനടുത്തുള്ള മൈതാനത്ത് എനിക്ക് വേണ്ടി കുറച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനും അദ്ദേഹം തയ്യാറായി. ഇനിയും പുതിയ പ്രതിഭകൾ ജനിക്കട്ടെ ഇത്തരം മൈതാനങ്ങളിൽ നിന്ന്. പ്രഭാത നടത്തം കഴിഞ്ഞ് പരിചയക്കാരുമായും സുഹൃത്തുക്കളുമായും തമാശയും കുശലാന്വേഷണവുമായി കുറച്ചു നേരം. പിന്നെ യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിൽ പഴയകാല സിനിമാ പാട്ട് കേട്ട് ഒരു ചായക്കുടി. ഇങ്ങനെ ഹൃദ്യമായ ഗാനങ്ങളുടെ ശേഖരം വേറെ എവിടെയും ഞാൻ കേട്ടിട്ടില്ല. യാത്ര പറഞ്ഞ് ഓരോരുത്തരും അന്നത്തെ അവരവരുടെ തിരക്കിലേക്ക് നീങ്ങുകയാണ്.